نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ എല്ലാ സുരക്ഷയും സമാധാനവും ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഈമാൻ എന്നത്. ശരിയായ ഈമാൻ നേടുക വഴി നമുക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ഉണർത്തി, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് പ്രതിരോധം ഏർപ്പെടുത്തും. ശത്രുക്കളുടെ പരുക്കുകൾ ഏൽക്കാത്ത വിധം റബ്ബിന്റെ കാവൽ വിശ്വാസികൾക്ക് എന്നുമുണ്ടാകും. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും ഈ ഐഹിക ലോകത്തും സാക്ഷികൾ വന്നു നിൽക്കുന്ന പരലോകത്തും നാം സഹായിക്കുക തന്നെ ചെയ്യും. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിച്ചുകൊണ്ടിരിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് എന്നും എക്കാലത്തും അത്യുന്നതർ. അതുകൊണ്ട് നിങ്ങൾ ദുർബലരാകേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നമ്മിലുണ്ടായാൽ മാത്രം ലഭിക്കുന്ന ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈമാനിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അൽ ഈമാനു ഹുവ ദവാഉർ റൂഹി വഗദാഉൽ ഖൽബ്. ഈമാൻ എന്നത് മനുഷ്യന്റെ ആത്മാവിനുള്ള മരുന്നാണ്, അവന്റെ ഹൃദയത്തിനുള്ള ഭക്ഷണമാണ്. ഫകമാ യഹ്താജുൽ ജസദു ഇല ത്വആമി വശ്ശറാബി തഹ്താജുർ റൂഹു ഇലൽ ഈമാൻ. നല്ല ഭക്ഷണവും പാനീയവും ശരീരപുഷ്ടിക്ക് എത്രമാത്രം അനിവാര്യമാണോ അതുപോലെ ആത്മാവിന് ശരിയായ നിലക്ക് നിലകൊള്ളാൻ ഈമാൻ അനിവാര്യമാണ്. അങ്ങനെയാണ് ഈമാൻ ഒരാളിൽ ശക്തിയോടെ നിലകൊള്ളുക എന്ന് വിശദീകരിച്ചത് കാണാം. ഇങ്ങനെ ഒരു ആമുഖത്തോടെ
വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈമാനിലൂടെ പരീക്ഷിക്കപ്പെടുകയും അങ്ങനെ ഈമാൻ ദുർബലപ്പെടുകയോ അല്ലെങ്കിൽ പാടെ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ പലരിലും സംഭവിക്കാം. അതില്ലാതിരിക്കാൻ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് മനുഷ്യനെ എപ്പോഴും പിടികൂടുന്ന നിരാശ എന്നത്. ഒരു നിരാശാബോധം പ്രധാനമായും രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് അത് ഉണ്ടാകാറുള്ളത്. ഒന്ന്, സംഭവിച്ചുപോയ പാപങ്ങൾ നിമിത്തം ഇനി എന്തുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ചിന്തിച്ച് നിരാശയിൽ കഴിയുന്നവർ. മറ്റൊന്ന്, ആഗ്രഹിച്ച വിഭവങ്ങളൊന്നും ലഭിച്ചില്ലല്ലോ എന്ന നിരാശാബോധം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും നിരാശ അവനെ പിടികൂടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ലാ തൈഅസു മിൻ റൗഹില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അവൻ നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ആരും നിരാശപ്പെടരുത് എന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി വഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. മനുഷ്യ, നീ എന്നോട് പ്രാർത്ഥിക്കുന്ന പക്ഷം, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന പക്ഷം, നിന്നിൽ സംഭവിച്ച എല്ലാം ഞാൻ നിനക്ക് പുറത്തു തന്നു. നിന്നിൽ വന്ന വീഴ്ചകൾ കാരണം അത് ഞാൻ പരിഗണിച്ച് നിന്നെ ശിക്ഷിക്കുന്ന കാര്യമില്ല എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. യബ്ന ആദം ലൗ ബലഗ്ത ദുനൂബക അനാന അസ്സമാഇ സുമ്മ അസ്തഗ്ഫർതനി ഗഫർതു ലക. മാനം മുട്ടയാണ്, ആകാശമുട്ടയാണ് നിന്റെ പാപങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. അത്രമാത്രം പാപങ്ങൾ നിന്നിൽ സംഭവിച്ചു. എന്നിട്ട് നീ എന്നോട് പാപം പുറത്തു തരണേ എന്ന് പറഞ്ഞ് കേഴുന്നുവെങ്കിൽ ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരുമെന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അൽ അജബു മിമ്മൻ യഹ്ലികു വമഅഹു നജാത്ത്. രക്ഷപ്പെടാനുള്ള വഴി കൂടെയുണ്ടായിട്ടും നശിച്ചു പോകുന്നവരെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് എപ്പോഴും കൂടെയുള്ള ആ രക്ഷാമാർഗം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഇസ്തിഗ്ഫാർ എന്നാണ്. ഇസ്തിഗ്ഫാറാണ് പരിഹാരം. അതാണ് ഒരാളുടെ രക്ഷ. അത് കൂടെയുണ്ടായിട്ടും നിരാശപ്പെട്ട് നശിക്കുന്നവന്റെ കാര്യം അത്ഭുതം തന്നെ എന്നാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ലാ തക്റഹുൽ ബലായൽ വാഖിഅ വൽ മസ്വാഇബൽ ഹാദിസ. ജീവിതത്തിൽ വന്നുപെടുന്ന ആകസ്മിക ദുരന്തങ്ങളോ സംഭവിക്കുന്ന പരീക്ഷണങ്ങളോ അതിലൊരിക്കലും വെറുപ്പ് കാണിക്കേണ്ടതില്ല. ഫലറുബ്ബ അംരിൻ തക്റഹു ഫീഹി നജാതുക്. നീ വെറുക്കുന്ന, നീ ഇഷ്ടപ്പെടാത്ത എത്ര കാര്യങ്ങളുണ്ട്, യഥാർത്ഥത്തിൽ അതിൽ നിനക്കുള്ള രക്ഷാമാർഗവുമുണ്ട്. നീ വെറുക്കുന്ന കാര്യങ്ങളിൽ നിനക്ക് രക്ഷയുടെ വഴിയുണ്ട് എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഈ ആശയം വിശുദ്ധ ഖുർആനിലുള്ളതാണ്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ വെറുക്കുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കത് ഖൈറായിരിക്കും. നിങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ അതിൽ നിങ്ങൾക്കുള്ള ഷെറുമുണ്ടായിരിക്കാം. അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾ കാര്യങ്ങളെ അറിയാത്തവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തി. ഇതുപോലെ തന്നെ ജീവിത വിഭവങ്ങൾ മറ്റുള്ളവരെ പോലെ എനിക്കില്ലല്ലോ, എനിക്കത് കിട്ടില്ലല്ലോ എന്ന നിരാശ ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടതില്ല. ഖദ് അഫ്ലഹ മൻ അസ്ലം വരിസ്ഖുഹു കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ യഖൂൽ. മുസ്ലിമായവൻ വിജയിച്ചു കഴിഞ്ഞു. അവൻ അല്ലാഹ് കൊടുത്ത ഉപജീവനം അവന് മതിയായിട്ടുണ്ട്. അല്ലാഹ് അവനെ അതിൽ സംതൃപ്തനാക്കിയിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹസനുൽ ബസ്രിയോടൊരിക്കൽ ഒരാൾ വന്നിട്ട് മാ സിറു സുഹുദിക ഫിദ്ദുനിയ എന്ന് ചോദിച്ചു.
ഐഹിക ലോകത്തെ വിഭവങ്ങളെക്കുറിച്ച് വലിയ വലിയ താല്പര്യങ്ങളൊന്നുമില്ലാത്ത അങ്ങനെ വിരക്തിയിൽ കഴിയുന്ന താങ്കളുടെ രഹസ്യം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു, അർബഅതു അഷ്യ, 4 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് എനിക്ക് ഐഹിക ലോകത്തോട് വിരക്തിയുണ്ടാക്കിയ കാര്യങ്ങൾ. അലിംതു അന്ന റിസ്ഖി ലാ യഅഖുദു ഗൈരി ഫതമഅന്ന ഖൽബി, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലാഹ് എനിക്ക് നിശ്ചയിച്ച റിസ്കുണ്ടല്ലോ, ഉപജീവനം, അത് മറ്റൊരാളും എടുക്കൂല. അതുകൊണ്ട് എനിക്ക് മനസ്സമാധാനാണ്. അല്ലാഹ് എനിക്ക് എന്നെ പടച്ചപ്പോ, ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോ എനിക്ക് തീരുമാനിച്ച റിസ്കുണ്ട്, അത് മറ്റൊരാൾക്കും കിട്ടൂല, അത് എനിക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. വഅലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി ഗൈറുഹു ഫഷ്തഗൽതു ബിഹി വഹദി, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ട പണികളൊന്നും മറ്റാരും എടുക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ മുഴുകിയിട്ടുണ്ട്. വഅലിംതു അന്ന അല്ലാഹ മുത്തലിഉൻ അലയ്യ ഫസ്തഹയൈതു അൻ യറാനി അലാ മഅസിയ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ റബ്ബ് സദാസമയവും അവന്റെ നിരീക്ഷണത്തിലാണ് ഞാനുള്ളത്. അവന്റെ നിരീക്ഷണത്തിൽ നിന്നും മാഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു തിന്മയിൽ എന്നെ അള്ളാഹു കാണുന്നത് ഞാൻ ലജ്ജിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വഅലിംതു അന്നൽ മൗത യന്തളിറുനി, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ മരണം എന്നെ കാത്ത് എന്നെ പ്രതീക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ മരണം. അതുകൊണ്ട് ഫഅദത്തു സാദ ലിലിഖാഇ റബ്ബി, എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ എന്തൊക്കെ ഒരുക്കണമോ ആ ഒരുക്കത്തിലാണ് ഞാൻ ഉള്ളത്. ഇതാണ് എന്റെ ഐഹിക ജീവിതത്തോടുള്ള, മറ്റുള്ളവർ എത്ര വിഭവങ്ങളിലും എത്ര സുഖജീവിതങ്ങളിൽ കഴിഞ്ഞാലും ഞാൻ അതിനോടൊന്നും താല്പര്യം കാണിക്കാതെ ഇങ്ങനെ ജീവിക്കാൻ കാരണം ഈ 4 കാര്യങ്ങളാണ് എന്നാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെയൊക്കെ വിജയിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയണം. നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ദീർഘമായ ഒരു ഹദീസിൽ വന്നത്, അതിന്റെ സാരം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അള്ളാഹു ഒരു മനുഷ്യനെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗമുണ്ട് ഹദീസിൽ. ആ മനുഷ്യനോട് അള്ളാഹ് പറയും, മരിൽതു ഫലം തഅദുനി, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ല. എനിക്ക് ഭക്ഷണം ആവശ്യം വന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. എനിക്ക് വെള്ളം വേണ്ടി വന്നു, നീ എനിക്ക് വെള്ളം തന്നില്ല. എനിക്ക് വസ്ത്രം വേണ്ടി വന്നു, നീ എനിക്ക് വസ്ത്രം തന്നില്ല. ആരാ പറയുന്നത്? അള്ളാഹ്. ആ മനുഷ്യൻ ഈ വിചാരണ കേൾക്കുമ്പോ അള്ളാഹിനോട് ചോദിക്കാണ്, അല്ലാഹുവേ വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകങ്ങളെ പടച്ചു പരിപാലിച്ച സകല ജീവജാലങ്ങളുടെയും റബ്ബായ അല്ലാഹുവല്ലേ, നിനക്ക് രോഗം വരികയോ, നിനക്കൊരു നേരത്ത് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയോ, നിനക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയോ, നിനക്ക് വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുകയോ? അപ്പൊ അല്ലാഹ് മനുഷ്യനോട് പറയും, നീ അറിയുന്ന എന്റെ ഇന്ന അടിമ രോഗിയായി, നീ അവനെ സന്ദർശിച്ചില്ല. ഇന്നാലിന്നവൻ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ടു, നീ അവന് ഭക്ഷണം കൊടുത്തില്ല. ഇന്നാലിന്നവൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി, നീ അവന് വെള്ളം കൊടുത്തില്ല. ഇന്നാലിന്നവൻ വസ്ത്രമില്ലാതെ പ്രയാസപ്പെട്ടു, നീ അവന് വസ്ത്രം കൊടുത്തില്ല. നീ അത് ചെയ്തിരുന്നെങ്കിൽ ലവജത്തനി ഇൻദഹു, അവന്റെ അടുത്ത് നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇത് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെ നമ്മൾ ശരിക്ക് ഈ ശബ്ദം നിങ്ങൾ ഉറങ്ങി കേൾക്കേണ്ടതല്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു വാക്കുണ്ട്, അതാരും ഉറങ്ങി കേൾക്കരുത്, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അത് ഞാൻ അറബിയിലൊന്നുമല്ല പറയുന്നത്, മലയാളത്തിൽ തന്നെയാണ്. എന്താ ഞാൻ പറയുന്നത്? നാം അറിയുന്ന ഒരാൾ, നമുക്ക് പരിചയമുള്ള ഒരാൾ, അത് നമ്മുടെ അയൽവാസിയാകാം, നമ്മുടെ അടുത്ത ബന്ധുവാകാം, നമ്മൾ അറിയുന്ന ഒരു സുഹൃത്താകാം. അവൻ ഏതു തരം മനുഷ്യനാവട്ടെ, അവൻ ആവശ്യമുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അവഗണിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ പരീക്ഷണമാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ അയൽവാസി എടുക്കൂ. നമ്മുടെ അയൽവാസിക്ക് നമ്മിൽ നിന്ന് ഒരു കാര്യം ലഭിക്കണമെങ്കിൽ, അത് കൊടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അവിടെ വിലപേശലില്ല, ഇത്ര തരണമെന്ന പറച്ചിലില്ല. നിരുപാധികം ഒരു ഉപാധിയും വെക്കാതെ അയൽവാസിക്ക് അത് കൊടുക്കണം. എത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ ഒരു റോഡ് സൗകര്യം വീട്ടിലേക്ക് ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ? എത്ര പേരുണ്ട്? ഒരു ഹാർട്ട് അറ്റാക്ക് അന്തിപ്പാതിര നേരത്ത് വന്നാൽ ഒരു വാഹനം വിളിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത വീടുകൾ എത്രയുണ്ട് നമ്മുടെ നാടുകളിൽ?
ഒരു മയ്യത്ത് കട്ടിൽ ചുമന്ന് മയ്യത്തിനെ ഖബർസ്ഥാനത്ത് കൊണ്ടുപോകാൻ കഴിയാതെ വഴി ബുദ്ധിമുട്ടുന്ന എത്ര പേർ നമ്മുടെ നാടുകളിൽ. ഇതൊന്നും പത്രങ്ങളിൽ നിന്ന് കിട്ടൂല, ഇതൊക്കെ ഇതുപോലുള്ള വേദികളിലേ കിട്ടൂ. നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ മുമ്പിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പഠിച്ചു നല്ല വരുമാനവും ശമ്പളവും ഉണ്ടാകാൻ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നറിയാം. നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ആരെങ്കിലും, എന്റെയാവട്ടെ നിങ്ങളുടേതാവട്ടെ, നമ്മിൽ നിന്ന് ഒരു സഹായം കിട്ടേണ്ടി വന്നിട്ട് ആ സഹായം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പരീക്ഷണത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ വനന്തു അന്നഹു സയുവദ്ദിസു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അയൽവാസിയുടെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി എന്റെ മക്കൾക്ക് എന്റെ സ്വത്തിൽ നിന്ന് അനന്തര സ്വത്ത് കൊടുക്കും പോലെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിന്നാ. ഒരിക്കൽ റസൂലുള്ള ഇതാ 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് പഠിച്ച് പ്രാവർത്തികമാക്കുന്നവർ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഒന്ന് റസൂലുള്ള പറഞ്ഞത് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. നീ നിന്റെ അയൽവാസിയോട് നല്ല നിലയിൽ വർത്തിക്കുക, നന്മയിൽ മുഴുകുക, നിനക്കൊരു വിശ്വാസിയായി മാറാമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെട്ട് അത് ദുർബലമാകാതെ, അത് നഷ്ടപ്പെട്ടു പോകാത്ത നിലക്ക് ഈമാനിനെ കാത്തു മരണം വരെ സമ്പാദിക്കുക, നേടിയെടുക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد. ഒരു വ്യക്തിയുടെ ഈമാനും ദീനും അളക്കുന്ന അളവുകോലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 കാര്യങ്ങൾ ഒരു ഹദീസിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവന് ഈമാനില്ല. വലാ ദീന ലിമൻ ലാ അഹദ ലഹു. കരാർ പാലിക്കാത്തവന് ദീനുമില്ല എന്ന്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. അത് ജോലിയാകാം, അത് ഒരു വാക്കാവാം, ഒരു രഹസ്യമായ കാര്യമാകാം, വലിയ ഉത്തരവാദിത്തങ്ങളാകാം. എന്തും അമാനത്താണ്. ആ അമാനത്ത് പാലിക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. ചെയ്യുന്ന കരാറുകൾ, പ്രതിജ്ഞകൾ ആരാണോ ചെയ്തത് അത് ലംഘിക്കാതെ കാത്തു സൂക്ഷിക്കാം. ഇന്ന് ലോകത്തിന്റെ ഒരു വലിയ ശാപം തന്നെ അമാനത്തിൽ വീഴ്ച വരുന്നു എന്നതാണ്. തലസ്ഥാന നഗരിയിൽ വിദ്യാർത്ഥികളും യുവാക്കളും വമ്പിച്ച സമരം നടക്കുകയാണ്. ആ സമരത്തിന് സപ്പോർട്ടല്ല ഈ പറയുന്ന വാക്കുകൾ. എന്തിനാ സമരം? അമാനത്തിൽ വന്ന ചോർച്ചയാണ്. ഒരു വിദ്യാർത്ഥി തന്റെ ഭാവി ജീവിതം നിർണയിക്കാൻ പഠനത്തിൽ മുഴുകുന്നു. പണച്ചെലവുണ്ട്, സമയച്ചെലവുണ്ട്, അധ്വാനമുണ്ട്. ആ വിദ്യാർത്ഥിയെ സജ്ജമാക്കുന്ന രക്ഷിതാക്കൾക്ക് പണച്ചെലവുണ്ട്. അതിന് സർക്കാർ തലത്തിൽ പുസ്തകങ്ങൾ ഒരുക്കാനും കരിക്കുലം തയ്യാറാക്കാനും സാമ്പത്തിക ചെലവുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വന്ന് അവസാനം ചോദ്യപേപ്പർ തയ്യാറാക്കി ആ ചോദ്യപേപ്പർ ചോർത്തിയാൽ പിന്നെ നാട് കുഴപ്പത്തിലായി. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശാപമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? ഏത് അമാനത്ത് ഏറ്റെടുത്താലും അത് കാത്തു സൂക്ഷിക്കുക. അത് നമ്മുടെ ദീനിന്റെ ഒരു അടയാളമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അമാനത്തിലൊക്കെ വഞ്ചിച്ച് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് ആര് ആഗ്രഹിച്ചാലും, അത് ഭരണാധികാരി ആഗ്രഹിച്ചാലും, ഭരണത്തിന്റെ ആ ഊക്കിൽ ആര് തീരുമാനിച്ചാലും, അത്തരം അക്രമികൾക്കെതിരിൽ നമുക്ക് പ്രയോഗിക്കാനുള്ള ആയുധമെന്നത് പ്രാർത്ഥന മാത്രമാണ്. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂറിഹിം എന്ന് സകല അക്രമികൾക്കെതിരിലും അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ആ അക്രമികളുടെ കഴുത്തുകളിൽ ഞങ്ങൾ നിന്നെ ആക്കുന്നു, അവരുടെ ഷെറുകളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു എന്നതാണ് ആ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. നല്ല സൽബുദ്ധി വരാൻ നമ്മൾ ദുആ ചെയ്യുക, അക്രമികൾക്കെതിരിൽ പ്രാർത്ഥിക്കുക, നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കും ചെയ്യുക. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി നേടി ജീവിച്ച് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും മുഅ്മിനായ നിലക്ക് മരിക്കാൻ തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ വർസുഖ്ന ഇത്തിബാഅഹ്
وأرنا الباطل باطلا وارزقنا اجتنابه اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين ربنا تقبل منا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.